टूटा पहिया कविता धर्मवीर भारती। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए। अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले। टूटा पहिया कविता धर्मवीर भारती की एक सुंदर कविता है। इस कविता का सारांश। टूटा पहिया एक प्रतीकात्मक रचना है। इन प्रतीकों को कवि धर्मवीर भारती ने महाभारत की कथा से लिया है। टूटा पहिया लघु और उपेक्षित मानव का प्रतीक है। लघु मानव के समर्थक कवि इस बात को स्पष्ट करते हैं कि लघु का भी अपना महत्व है। പൊട്ടിയ ചക്രം എന്ന ഈ കവിത ഒരു പ്രതീകാത്മക രചനയാണ്. ഈ പ്രതീകാത്മകത കൊണ്ട് കവി ധർമ്മവീർ ഭാരതി മഹാഭാരത യുദ്ധത്തിലെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. പൊട്ടിയ ചക്രം എന്ന് പറയുന്നത് ലഘുവായതും ചെറിയതും ഉപേക്ഷിക്കപ്പെട്ട മാനവൻ്റെ മനുഷ്യൻ്റെ പ്രതീകമാണ്. ചെറിയ മനുഷ്യനും ഈ സമൂഹത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കുന്ന കവിതയാണ്. കവിനെ ടൂട്ടെ पहिये बहुत ही शक्तिशाली माना है. കവി പറയുന്നത് ടൂട്ടെ पहिये बहुत ही शक्तिशाली माना है. വളരെ ശക്തിമത്തായ ഒരു ആയുധമാണ് പൊട്ടിയ ചക്രമെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. इसे निरर्थक और व्यर्थ मानकर नहीं छोड़ना चाहिए. ऐन व्यक्ति पर उपयोगी बन सकता है. അതുകൊണ്ടിത് നിരർത്ഥകമാണെന്നോ വെറുതെയാണെന്നോ അർത്ഥമില്ലാത്തതാണെന്നോ കണക്കാക്കി ഈ പൊട്ടിയ ചക്രത്തെ ഉപേക്ഷിക്കരുത്. ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. महाभारत युद्ध में टूटा पहिया ही अभिमन्यु का सहारा बनाया था. മഹാഭാരത യുദ്ധത്തിൽ പൊട്ടിയ ചക്രം രഥചക്രം എന്ന് പറയുന്നത് അഭിമന്യുവിനെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതാണ്. अपने मार्ग को असत्य जानते हुए भी बड़े बड़े महारथियों ने अभिमन्यु को अपने ब्रह्मास्त्रों से कुचल दिया. തൻ്റെ മാർഗങ്ങളായിരുന്ന അസത്യങ്ങളെയെല്ലാം അറിഞ്ഞുകൊണ്ട് വളരെ മഹാന്മാരായ മഹാരഥികൾ അഭിമന്യുവിനെ അസത്യത്തിൻ്റെ വഴിയിലൂടെ വിട്ടപ്പോഴും ബ്രഹ്മാസ്ത്രം കൊണ്ട് ആക്രമിച്ചപ്പോഴും ഗൂഢതന്ത്രങ്ങൾ ആലോചിച്ചപ്പോഴും തപ്പ് चक्रव्यूह में फंसे निरायुध अभिमन्यु ने रथ के टूटे पहिए को अपना हथियार बनाया था. ആ സമയത്ത് ചക്രവ്യൂഹത്തിൽ കുടുങ്ങിയ നിരായുധനായ അഭിമന്യുവിനെ അവസാനത്തെ ആയുധമായിരുന്നു പൊട്ടിയ ചക്രത്തിൻ്റെ ഒരു രഥത്തിൻ്റെ പൊട്ടിയ ചക്രം.
വർത്തമാൻ യുഗ് भी ശീർഷക് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ശോഷകവർഗ് അതായത് ചൂഷകവർഗം അസഹായങ്ക രോദൻ നഹി സുൻതാ ഹെ. ഈ വർത്തമാന കാലഘട്ടത്തിൽ ചൂഷകവർഗത്തിൻ്റെ അല്ലെങ്കിൽ ചൂഷകവർഗം അസഹായവരുടെ കരച്ചിൽ കേൾക്കുന്നില്ല. ശാസകവർഗ് സാധാരണ ആദ്മിയോं का शोषण कर रहे हैं. ഭരണവർഗങ്ങളും അല്ലെങ്കിൽ ചൂഷകവർഗങ്ങളും സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ऐसी स्थिति में मानव मूल्य रूपी टूटा पहिया भी अभिमन्यु के रथ चक्र के सामान काम आएगा. ഈ അവസ്ഥയിൽ മനുഷ്യൻ്റെ അതായത് മാനവ മൂല്യമാകുന്ന പൊട്ടിയ ചക്രം തന്നെയാണ് അഭിമന്യുവിൻ്റെ ഈ രഥചക്രമാണ് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായി വരുന്നത്. ഇതാണ് ഈ കവിതയിലൂടെ നൽകുന്ന സാരാംശം. പ്രിയപ്പെട്ട കുട്ടികളെ, ഓരോ ദിവസവും ക്ലാസ് നൽകുന്നതിന് അനുസൃതമായി നിങ്ങൾ നോട്ട്സുകൾ നന്നായി തയ്യാറാക്കി അയക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതോടൊപ്പം ആ പാഠഭാഗങ്ങളിലുള്ള ചോദ്യോത്തരങ്ങളും മറ്റ് വർക്കുകളും നിങ്ങൾ നന്നായി പഠിക്കണം. ചോദ്യോത്തരങ്ങൾ അല്ലെങ്കിൽ നോട്ട്സുകൾ എഴുതി അയക്കുമ്പോൾ നിങ്ങളുടെ പേരും ക്ലാസ്സും നിർബന്ധമായി എഴുതിയിരിക്കണം. കാരണം പല വിദ്യാർത്ഥികളും പേഴ്സണലായി അയക്കുമ്പോൾ നിങ്ങളുടെ നോട്ട്സുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും പേഴ്സണലായിട്ട് അയക്കരുത്. നിങ്ങളുടെ ഗ്രൂപ്പ്, അതായത് ഓരോ ക്ലാസ്സിനും ഡൗട്ട്സ് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് തന്നെ അയക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കേണ്ടത്. ടൂട്ടാ പഹിയ എന്ന കവിത നിങ്ങൾ നോട്ട്സിൽ കവിത നന്നായിട്ട് എഴുതണം. ഏത് കവിതയാണെങ്കിലും നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. അതിൻ്റെ സാരാംശം നന്നായി വായിക്കുക. ഇതിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, നന്നായി പഠിക്കുക. ആവശ്യമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട്സ് ഗ്രൂപ്പിൽ ചോദിക്കുക. സമയബന്ധിതമായി കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.